കണ്ണൂർ പേരാവൂരിൽ ജാർഖണ്ഡ് സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. ജാർഖണ്ഡ് സ്വദേശി ജോഗീന്ദർ ഉറാവയ്ക്കാണ് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. ജാർഖണ്ഡ് സ്വദേശി മമതാ കുമാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. കണ്ണൂർ പേരാവൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. ജാർഖണ്ഡ് സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ജീവപര്യന്തം തടവിനാണ് വിധിച്ചിരിക്കുന്നത്. ജാർഖണ്ഡ് സ്വദേശിയായ ജോഗീന്ദർ ഉറാവക്കാണ് കേസിലെ പ്രതി. വിവരങ്ങൾ ബിജീഷ് ഗോവിന്ദൻ നൽകും. ബിജീഷ്, എന്തായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം? ഒപ്പം തന്നെ ശിക്ഷാവിധി എങ്ങനെ? 2021 ജൂലൈ 15 പരിയാരം മെഡിക്കൽ ചികിത്സയിലിരിക്കുകയാണ് മമതാ കുമാരി മരണപ്പെടുന്നത്. പനി ബാധിച്ച് മരിച്ചു എന്നുള്ളതായിരുന്നു ജോഗീന്ദർ ഉറാവ അടുത്ത ആൾക്കാരെടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിനകത്ത് ഈ മമതാ കുമാരി മരിച്ചത് ശരീരത്തിലേറ്റ മർദ്ദനത്തെ തുടർന്നാണെന്നുള്ള കണ്ടെത്തലുണ്ടായി. ഇതിന് പിന്നാലെയാണ് പേരാവൂർ പോലീസ് സംഭവം സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ജോഗീന്ദർ ഉറാവ മർദ്ദിച്ചതിനെ തുടർന്നാണ് ഇവർക്ക് പരിക്കേറ്റത് എന്നുള്ള കാര്യം കണ്ടെത്തുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കുറ്റപത്രത്തിൽ ദിവസം ജോഗീന്ദർ ഉറാവ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇന്നാണ് ഈ സംഭവത്തിനകത്ത് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ജോഗീന്ദർ ഉറാവയ്ക്ക് ജീവപര്യന്തം തടവും ഒപ്പം തന്നെ 1 ലക്ഷം രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചു. ഒപ്പം ലീഗൽ സർവീസ് അതോറിറ്റി മമതാ കുമാരിയുടെ ബന്ധുക്കൾ കണ്ടെത്തി ഈ പണം കൈമാറുന്നതിനുള്ള നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. അനീഷ. ശരി, ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.